ഞാൻ അതിനേക്കാൾ ഹാപ്പി. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ BDS കഴിഞ്ഞ കാലത്ത് പേരാവൂലായിരുന്നു തുടക്കമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങനെ പ്രാക്ടീസ് ഒരു ദിവസം ഇങ്ങനെ കുറച്ച് പേര് ജീപ്പിൽ വരികയും കുറച്ചധികം ആളുകൾ ജീപ്പിൽ വന്ന് എന്നോട് തൊട്ടടുത്തുള്ള പേരാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്? അവിടെ പേര് പറഞ്ഞു അവിടെ ഒരു കുട്ടിക്ക് അവിടുത്തെ ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ വായ തുറന്ന ശേഷം പിന്നീട് ഒരു 1-2 ദിവസമായിട്ട് വായ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അവിടുത്തെ ഡോക്ടറാണ് പറഞ്ഞത് ഒരു ഡെന്റിസ്റ്റായി എന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥ ഇതുപോലൊരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് പോലുമില്ല. കാരണം BDS കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതുപോലെ വായ അടക്കി ഇങ്ങനത്തെ അവസ്ഥ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളൂ. ഇതുപോലെ കേസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാനും മറ്റൊരു ഡെന്റിസ്റ്റ് സുഹൃത്ത്, ഒരു സീനിയറായ ഡോക്ടറും കൂടി ഞങ്ങൾ തലേന്ന് ഇതുപോലൊരു കേസ് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. ആ സീനിയർ എനിക്ക് പറഞ്ഞു തന്നു ഇതുപോലെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ആ ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഞാൻ ഇവരോട് ഭയപ്പാടോടെ ഭയങ്കര പേടിച്ചാണ് ഞാനും പോകുന്നത്. എനിക്കറിയില്ല ഇങ്ങനത്തെ കേസ് അറ്റൻഡ് ചെയ്യാൻ. എനിക്കറിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുപോലത്തെ കേസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇവരോട് ഞാൻ ജീപ്പ് പോയിട്ടുണ്ടായി. അവിടെ പോയി കഴിയുമ്പോൾ ഒരു 18-20 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ വായ തുറന്നിരിക്കുകയാണ്. ഏകദേശം 1-2 ദിവസമായിട്ട് ഇങ്ങനെ വായ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടുത്തെ ഡോക്ടറും എല്ലാം നോക്കി, എല്ലാ പണിയും നോക്കി. അവർ പക്ഷേ വായ അടയ്ക്കാൻ പറ്റുന്നില്ല. അവസാനം അവർക്ക് ഒരു ഡെന്റിസ്റ്റിന് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയാണ് എൻ്റെ അഡ്രസ്സ് ഞങ്ങളുടെ ക്ലിനിക്ക് തേടി വന്ന് എന്നെ കൊണ്ടുവന്നത്. മറ്റുള്ള പേഷ്യൻസ് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. കാരണം ഇത് വലിയ ഒരു പ്രശ്നം തന്നെയാണല്ലോ. ഇത് ശരിയാക്കാൻ മറ്റൊരു വലിയ ഡോക്ടറാണ് വന്നിരിക്കുന്ന രീതിയിലാണ് എന്നെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പോയി നേരത്തെ പറഞ്ഞ പ്രകാരം ഞങ്ങൾ തലേദിവസം ഡിസ്കസ് ചെയ്ത പ്രകാരം ഈ പെൺകുട്ടിയെ ഞങ്ങൾ അവിടെ ഒരു സ്റ്റൂൾ ഇരുത്തി തലവിരൽ കൊണ്ട് തമ്പ് അത് വെച്ചിട്ട് ഈ കുട്ടിയുടെ തടിയിൽ ചേർത്ത് പിടിച്ച് അടിയത്തെ അവസാന തണപ്പല്ല് ചേർത്ത് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പ്രകാരം ഞാനൊന്ന് ഇടാൻ ശ്രമിച്ചു. ആദ്യത്തെ അറ്റംപ്റ്റ് നടന്നില്ല. വീണ്ടും ഈ പറഞ്ഞ പ്രകാരം ഞാനത് ഡിസ്ലൊക്കേഷനായ ടെമ്പറോമാൻഡിബൽ ജോയിന്റ് വീണ്ടും ആ കുഴ പഴയ രൂപത്താക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കി. അതേ സമയത്ത് കുട്ടിയുടെ വായ അടയ്ക്കാനും പറഞ്ഞപ്പോൾ ഈ കുട്ടി വായ അടച്ചു. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. ഞാൻ അതിനേക്കാൾ ഹാപ്പിയായി. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കേസാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു TMJ ഡിസ്ലൊക്കേഷൻ ശരിയാക്കിയത്.